രണ്ട് ചാൻസാണുള്ളത്. ഒന്നിക്കൽ ഹൻസിബന പൾസർ സുനിയും ടീമും ഇറങ്ങിയ പോലെ വേറൊരു ടീം ഇറങ്ങിയിട്ട് പൊക്കിക്കൊണ്ടുപോകും. അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഇപ്പോൾ വാർത്താ ചാനലുകളൊക്കെ പതപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകളെല്ലാം ഒറ്റയടിക്ക് മുക്കും. അവർക്ക് അതിന് വേണ്ട പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് നെടുമ്പള്ളി സ്റ്റീഫൻ അതിനെ പോലെയുള്ള ആരെങ്കിലും ഒരാൾ വന്ന് ഇറക്കിയിട്ട് കൊടുത്ത് തീർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ ആരോപണങ്ങളൊന്നുമല്ല ഇപ്പോൾ ഈ AMMA അമ്മയ്ക്കെതിരെ വന്നിരിക്കുന്നത്. കളി വേറെ ലെവലിലാണ്. നത്തോലി ചെറിയ മീനല്ല, ഫ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ദല്ലാൾ മിസ്റ്റർ നന്ദകുമാർ, മാരാറല്ല, നന്ദകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ സീനാണ് നന്ദകുമാർ. നന്ദകുമാറിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇയാളെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അയാൾ ഒരു കാലത്ത് റിലയൻസിൻ്റെ ഏറ്റവും വലിയൊരു ബ്രോക്കറായിരുന്നു. കേരളത്തിലെ ഇടപാടുകൾക്ക് ഏറ്റവും വലിയൊരു ബ്രോക്കറായിരുന്നു. ഒരു കാലത്ത് നന്ദകുമാറിൻ്റെ ഏത് അക്കൗണ്ടും SBI അക്കൗണ്ടും കാനറ ബാങ്കിൻ്റെ ഏത് അക്കൗണ്ട് നോക്കിയാലും 10 കോടി ബാലൻസ് ഉണ്ടാവും. 10 കോടി ബാലൻസ് ഉണ്ടാവും. കാരണം റിലയൻസ് എപ്പോഴും ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയൻസിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ, അതായത് റിലയൻസ് കേരളമൊട്ടാകെ റിലയൻസ് എനർജി പെട്രോൾ പമ്പ് ഹയർ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ദല്ലാൾ നന്ദകുമാരാണ് അവർക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തലും ഇതൊക്കെ. ഇവൻ ഹൈ ലെവലുള്ള ബ്രോക്കറാണ്. നമ്മളെ നാട്ടിലുള്ള പോലത്തെ 1 വെച്ച 2 വെച്ച 3 ബ്രോക്കർമാർ ആ ലെവലല്ല. ഇയാൾ ഹർകശൻ സിംഗ് സുർജിത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ വലിയ വലിയ രാഷ്ട്രീയക്കാർ, വലിയ IAS ഓഫീസർ എല്ലാവരുമായിട്ട് വലിയ പിടിപാടൊക്കെ ഉള്ള വലിയ ആളാണ്. പക്ഷേ ചെറിയ ഉടായ്പ് ലെവലിലുണ്ട് എന്നുള്ളൊരു ഗോസിപ്പ് ഇദ്ദേഹത്തിനെതിരെ പണ്ട് മുതലേ കേൾക്കുന്നൊരു വാർത്തയാണ്. അപ്പോൾ ഇപ്പം കേട്ടിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ പ്രസിഡൻ്റായ ശ്വേതാ മേനോൻ്റെ അഭ്യർത്ഥന പ്രകാരം, അതുപോലെ മറ്റൊരു ചേച്ചി ഉണ്ടല്ലോ, ജയലക്ഷ്മി, ജയപ്രിയ, എന്താണ് അവളുടെയും ഒരു ഇതുകൊണ്ട് ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയിൽ ഇയാളുള്ള ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇയാൾ ആ ക്ഷേത്രത്തിനെ പരസ്യം ചെയ്യാൻ വേണ്ടി അമ്മയുടെ ഒരു പ്രോഗ്രാമിന്, അമ്മയുടെ കുടുംബസംഘം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് 75 ലക്ഷം, അത് 1,75,00,000 എന്നും പറയുന്നത് 75 ലക്ഷം മാത്രമെന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഫണ്ട് പരസ്യം ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ഇയാൾ അമ്മയ്ക്കൊരു ചെക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ലോകത്ത് എല്ലാവരും, എല്ലാ സിനിമാ നടന്മാരും, എല്ലാ മാന്ത്രികരും, എല്ലാ മന്ത്രിമാരും, എല്ലാ VIP-കളും, എല്ലാ പാവപ്പെട്ടവനും 50 രൂപ മുതൽ 50,000, 500,000, 50,000, 5 ലക്ഷമായാലും 50 ലക്ഷമായാലും സാധാരണഗതിയിൽ അമ്പലത്തിനും പള്ളിക്കും അതുപോലെയുള്ള ചർച്ചുകൾക്കൊക്കെ നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുക്കുക, അല്ലേ? നോർമൽ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ദൈവത്തിന് പൈസ ഒന്നും ആവശ്യമില്ല. എന്നാലും നമ്മൾ നമ്മുടെ ഒരു നേർച്ചയായിട്ടും കാണിക്കയായിട്ടും വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേർച്ച വെച്ചിട്ട് ചില ആൾക്കാർ നമ്മളെ ഇതിലൊക്കെ കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ അറവ് നടത്തും. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന സാധനം നേർച്ചയാക്കാം, 10 കിലോ സ്വർണം കൊടുക്കാം, അല്ലെങ്കിൽ 5 കിലോ വെള്ളി കൊടുക്കാം. ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ കാണുന്നില്ല, തുലാഭാരം, സ്വർണം കൊണ്ട് തുലാഭാരം, വെള്ളി കൊണ്ട് തുലാഭാരം, പഴം കൊണ്ട് തുലാഭാരം, ശർക്കര കൊണ്ട് തുലാഭാരം എന്നൊക്കെ പറയുന്നത് പോലെ സാധാരണഗതിയിൽ അമ്പലങ്ങൾക്ക് അങ്ങോട്ടാണ്. അത് വേറൊരു ടോപ്പിക്കാണ്. അതായത് പിന്നെ ദൈവത്തിന് എന്തിനാണ് പണം എന്നുള്ളൊരു ടോപ്പിക്ക്. പാവപ്പെട്ടവനാണ് പണം ആവശ്യമുള്ളത്, പണം കൂടിയവനാണ് ദൈവത്തിന് പണം ഡൊണേഷൻ കൊടുക്കുന്നത്, അതെടുത്തിട്ട് പാവപ്പെട്ടവന് കൊടുക്കുകയാണ് സാധാരണ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ വളരെ വിചിത്രമായൊരു സംഭവം നടന്നിരിക്കുകയാണ്. ദൈവത്തിന് കാണിക്കയായി ഭക്തർ സമർപ്പിച്ച ഈ പണമൊക്കെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സോ കോൾഡ് ട്രസ്റ്റ് അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ഇവന്മാർ പരസ്യം ചെയ്യാനെന്ന പേരിൽ ഇത്ര വലിയൊരു എമൗണ്ട് ഈ സോ കോൾഡ് അമ്മക്ക് സംഭാവന ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില്ലറ കളികളൊന്നുമല്ലല്ലോ ഉള്ളത്. അപ്പം പറയും ഇപ്പോൾ കോമ്പറ്റീഷനാണ്, ഇപ്പം പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളും തമ്മിൽ നേർച്ചകളും വഴിപാടിലൊക്കെ വളരെ കോമ്പറ്റീഷനുണ്ട്. അത് പള്ളികളിലും ചർച്ചുകളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും പരസ്യം
കൊടുക്കുന്നൊരു ട്രെൻഡ് സോഷ്യൽ മീഡിയയിലായാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാത്തിലായാലും ഈ ഒരു ട്രെൻഡ് ഇപ്പം കണ്ടുവരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇതിന് ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ടിൻ്റെ വാല്യൂ, ഡെപ്താണ് ഇവിടെ വിഷയം. ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ 5 ലക്ഷമോ ഇനി 10 ലക്ഷം വരെ കൊടുത്തിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെ ന്യായീകരിക്കുകയോ ഒളിപ്പിക്കുകയോ ചെയ്യാം. ഇത് കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഈ ഒരു സംഭവം നടത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന മോഹിനിയാട്ടം, ഭരതനാട്യം 2 മോഹിനിയാട്ടം, സൈജു കുറുപ്പിൻ്റെ പടം കണ്ടവർക്കറിയാം, കാണാത്തവർ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് എല്ലാവരും അല്ല പറയുന്നത്, ചില ടീമുകൾ ഈ അമ്പലങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയൊക്കെ കമ്മിറ്റിയിൽ കയറി കൂടിയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പൈസ അടിച്ചു മാറ്റാൻ, സാമ്പത്തിക ലാഭം മാത്രം നോക്കിക്കൊണ്ട് വരുമാനമുള്ള ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും കയറിക്കൂടി കൈയിട്ട് വാരുക എന്നുള്ളത് കലയാക്കിയ മാന്യന്മാരൊരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട. നമ്മുടെ ഇപ്പോൾ ഇവിടെ നോക്കുന്നത് ഹൻസിബ ഹസൻ. ഈ വിഷയം വെറുതെ ഇവർ വർഗീയവൽക്കരിക്കാൻ ജിഹാദി എന്നോ അല്ലെങ്കിൽ പിന്നെ അവൾ അവൈധ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് വിഷയം വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണം. ഫസ്റ്റ് തന്നെ വന്നിട്ട് ടിനി ടോം പ്രതികരിച്ചത്, ഞാൻ നോർമലായി വന്ന് കാര്യം പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇതിലൊരു സംശയവുമില്ല. ഇതിൽ സംശയം ജനിപ്പിക്കുന്ന മൊത്തം എങ്ങനെയാണെന്ന് വെച്ചാൽ, ടിനി ടോം ഇതിനെ വെളുപ്പിക്കാൻ വന്നത് ഫസ്റ്റ് തന്നെ പ്രിയങ്കയെ കൂട്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പടത്തിൽ മെയിൻ ഡയലോഗ് പറയുന്ന സംഭവമുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ അടി പിടി വടി എന്ന് പറയുന്നുണ്ട്. അന്ന് പറയുന്ന ആളാണ് ഈ പ്രിയങ്ക. അവർ വന്നിട്ടാണ് പറയുന്നത് ടിനിയേട്ടൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഒരു വ്യക്തിയാണ്, ഒരു തരത്തിലും തെറ്റിയാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് അവൾ ന്യായീകരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ലക്ഷ്മിപ്രിയ വന്നിട്ട് ന്യായീകരിക്കുന്നു. ടിനി ടോം എന്ന് പറഞ്ഞാൽ വളരെ മാന്യതയുടെ നിറകുടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു കോക്കസാണ്, ഇവരൊരു ടീമായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇവരുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളത് സാമ്പത്തിക ക്രമക്കേടാണെന്നുള്ളത് 100% പ്രൂവ് ആണ്. കാരണം ഈ അമ്മയുടെ ഇലക്ഷൻ, ഈ പിന്നെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളിൽ ഇങ്ങനെ ഒരു ഫണ്ട് ഒരു 75 ലക്ഷം വരുന്നുണ്ട് എന്നുള്ള ചർച്ച വന്നപ്പോൾ ഹൻസിബ ശക്തമായി അതിനെ എതിർത്തു. ഹൻസിബയുടെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, കലയിൽ മതമില്ല. സത്യമല്ലേ? അതിൻ്റെ ഒരു നെറേറ്റീവ് അങ്ങനെ തന്നെയാണ്. കലയിൽ മതമില്ല, കലയിൽ കലർപ്പ് പാടില്ല. ഇപ്പോൾ ഇവരുടെ ഈ പ്രോഗ്രാമിന് പരസ്യമായി മെയിൻ സ്പോൺസറായിട്ട് അമ്പലം വരുമ്പോൾ അടുത്ത തവണ അതിനൊരു ഓപ്ഷനാവും, അല്ലെങ്കിൽ ഒരു പിന്നെ തർക്കത്തിലേക്ക് പോകും. അടുത്തൊരു ചർച്ച വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ 1 കോടി തരാം. അപ്പോൾ ഏതെങ്കിലും ഒരു വള്ളി വന്നിട്ട് പറയാം ഞങ്ങൾ 2 കോടി തരാം, ഞങ്ങളുടെ നേർച്ചയെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം മതങ്ങൾ തമ്മിലുള്ളൊരു മത്സരത്തിന് കോപ്പ് കൂട്ടുന്ന രീതിയിൽ അങ്ങനെ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാകും അമ്മ എന്ന് പറഞ്ഞ കലാകാരന്മാരുടെ സംഘടനയുടെ പ്രവൃത്തി. അപ്പോൾ ഹൻസിബ എന്തിനാണ് അതിനെ എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ റിലയൻസ് പോലെയുള്ളൊരു സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം, നിങ്ങൾക്ക് അദാനിയുടെ കയ്യിൽ നിന്ന് മേടിക്കാം, നിങ്ങൾക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൽ നിന്ന് മേടിക്കാം, നിങ്ങൾക്ക് അസിം പ്രേംജിയുടെ വിപ്രോയിൽ നിന്ന് മേടിക്കാം, നിങ്ങൾക്ക് കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് മേടിക്കാം, മലബാർ ഗോൾഡിൽ നിന്ന് മേടിക്കാം, നിങ്ങൾക്ക് കല്യാൺ സിൽക്സിൽ നിന്ന് മേടിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഈ താരസംഘടനയ്ക്ക് മുമ്പിലിരിക്കെ ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ഫണ്ട് സ്വീകരിക്കുമ്പോൾ അതേ ക്ഷേത്രത്തിൽ തന്നെ എല്ലാ വർഷവും ഈ നടന്മാർ അങ്ങോട്ടേക്ക് പോയി പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർ വലിയ വലിയ എമൗണ്ട് കാണിക്കായിട്ടൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന പണം വേറൊരു വഴിയിലൂടെ ഇങ്ങോട്ടേക്ക് മേടിക്കുമ്പോൾ അതൊരു കളക്ഷൻ പോയിൻ്റ് ആയില്ലേ, ഇങ്ങനെ ഒരു കറക്കമായില്ലേ. ഞാൻ വലിയൊരു എമൗണ്ട് അവിടെ പിന്നെ ഡൊണേഷനായി കൊടുക്കുന്നു, അതേ ഞാനുമായി ബന്ധപ്പെട്ട സംഘടനയ്ക്ക് തന്നെ ആ ക്ഷേത്രം വലിയൊരു തുക പരസ്യത്തിന് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ വളരെ 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 ചെറിയൊരു ലോജിക്ക് ഉപയോഗിച്ച് ചോദിക്കട്ടെ, ഈ സോ കോൾഡ് നമ്മുടെ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ചർച്ചുകൾക്കുമൊക്കെ എന്തിനാണ് പരസ്യം? അവിടെ നിങ്ങൾ എന്താണ് വിൽക്കുന്നത്? സമാധാനമോ? നിങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും നല്ല സമാധാനത്തിന് 100 രൂപ
അല്ല, ഏറ്റവും നല്ല സമാധാനത്തിന് 1000 റുപ്യ എന്ന് പറഞ്ഞിട്ട് സമാധാനവും ശാന്തിയും ദൈവത്തിനെ വിൽക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ല. ഹൻസിബയുടെ വിഷയം സംസാരിച്ച് നമ്മൾ നോർമലി ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ ദൈവങ്ങൾക്ക് വിലയിടുകയാണോ ഇവിടെ? ഇത് കിടക്കട്ടെ. ഇനി അങ്ങനെയാണെന്ന് തന്നെ വെച്ചോളൂ. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ആൾക്കാർ വരണമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ അമ്പലത്തിലേക്കും ക്ഷേത്രത്തിലേക്കും പള്ളികളിലേക്കും വരണമെങ്കിൽ പരസ്യം ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ തന്നെ നിങ്ങൾ KSRTCയുടെ ഒട്ടിച്ചോ, സ്റ്റിക്കർ നോട്ടീസ് ഒട്ടിച്ചോ, നിങ്ങൾ ഹോർഡിങ്സ് വെച്ചോ, ബോർഡ് ഫ്ലെക്സ് വെച്ചോ, യൂണിപോൾ വെച്ചോളൂ, നിങ്ങൾ ചുമര് നാട്ടിൽ മൊത്തമുള്ള ബിൽ ബോർഡ്സ് വെച്ചോളൂ, സിനിമാ തിയേറ്ററുകൾ പരസ്യം കൊടുത്തോളൂ. ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടനയിലേക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് പരസ്യം ചെയ്യുകയും ആ എമൗണ്ടിനെ ചൊല്ലി തന്നെ അവിടെ തർക്കമുണ്ടാവുകയും ആ തർക്കവുമായി ബന്ധപ്പെട്ട് ഹൻസിബ എന്ന് പറയുന്ന കുട്ടിയെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഒരു മൂലക്കിരുത്തിക്കൊണ്ട് ഈ ഫണ്ട് കൈയിട്ട് വാരാമെന്നുള്ള മോഹം കൊണ്ടാണോ ടിനി ടോമും ഈ പറയുന്ന ലക്ഷ്മിപ്രിയയും ഈ പറയുന്ന ശ്വേതാ മേനോനൊക്കെ ഈ ഫണ്ട് കണ്ടിട്ടാണോ ഈ കുട്ടിക്കെതിരെ ഉറഞ്ഞു തുള്ളിയത്? കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ലളിതമായൊരു ചോദ്യമാണത്. ഇനി ഈ ഫണ്ട് കൈമാറ്റത്തിൽ ഇൻകം ടാക്സിൻ്റെ ഒരു ഇടപെടൽ വേണോ? ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു ഫണ്ട് കൈമാറ്റം മാത്രമാണോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് വെക്കുന്ന ഒരു ഡീലാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നോർമലി ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇന്ന് ദല്ലാൾ നന്ദകുമാർ വന്നിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ മനസ്സിലാവും ക്ലിയർ കട്ട് എന്താണ് സംഭവം എന്നുള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൽ ഏറ്റവും ഇപ്പം ടിനി ടോമിനെതിരെയാണല്ലോ ആരോപണമുള്ളത്. ആ മാന്യം പറയുന്ന വാക്കുകൾ കേട്ടോ, എന്നിട്ട് ഓനെ പറ്റി 2 വാക്ക് ഞാൻ സംസാരിക്കും. ആദ്യം അവൻ പറയുന്നത് കേട്ടോ. അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അറിയില്ല, എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഞാൻ അന്വേഷിക്കും. നമ്മളെന്തായാലും ഞങ്ങൾ ആരും ഇതിന്റെ പുറകിലേക്ക് എന്തായാലും അന്വേഷിച്ച് തന്നെ പോകും. നമുക്കറിയണല്ലോ, ഇന്ന് ടിനി ആണെങ്കിൽ നാളെ ഞങ്ങളായിരിക്കും. നല്ലൊരു ദിവസമായിരുന്നു. ക്യാമ്പിന് വേണ്ടി കുറെ നമ്മള്, അതായത് മല്ലിക ചേച്ചിനെ വിളിക്കുകയും അതുപോലെ തന്നെ സുരേഷ് ചേട്ടനെ വിളിച്ചിരുന്നു. സുരേഷ് ചേട്ടൻ അവിടെ നിന്ന് ഇപ്പൊ പ്രധാനമന്ത്രിയായിട്ട് ഓൺലൈനിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിന്റെ പിന്നാലെ കഷ്ടപ്പെട്ട് ഓടുമ്പോൾ ഇന്ന് മനോഹരമായ ഒരു ദിവസം. എനിക്ക് ഇങ്ങനത്തെ വിവാദങ്ങളിലോ ഇതിലൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്, അറിയാവുന്നതാണ്. ഈ പൊളിറ്റിക്സിലൊന്നും ഞാൻ നിൽക്കാത്ത ആളാണ്. അത് എന്റെ ശോഭ കെടുത്തി എന്ന് പറയാൻ പറ്റുള്ളൂ എനിക്ക്. എനിക്കെതിരുള്ള ആലിഗേഷന്റെ പ്രൂഫ് വേണ്ടേ? ഒരാൾ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങള് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് പറയാൻ മതി ഈ മനുഷ്യൻ എന്നെ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടെന്ന് ഞാൻ എങ്ങനെയാണ് ആലിഗേഷൻ ചെയ്യണത്? പറഞ്ഞു കേട്ടില്ലേ? എൻ്റെ വളർച്ച കണ്ടിട്ട് അതിൽ അസൂയ പോണ്ട ആൾക്കാർ എനിക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെന്ന്. എൻ്റെ വളർച്ച കണ്ടിട്ട് അസൂയയായിട്ടുള്ള ആൾക്കാർ, ഫീൽഡിൽ നിന്ന് ആൾക്കാർ എന്നെ കുരുക്കാൻ വേണ്ടി ഹൻസിബയെ ഉപയോഗിച്ചിരിക്കുകയാണെന്ന്. ഇവൻ ആരാ? ആ പ്രാഞ്ചിയേട്ടനിൽ മമ്മൂട്ടിൻ്റെ ഡ്രൈവറായിട്ട് 2 10mm ഒഴിച്ചു കൊടുക്കുന്ന ഒരു റോളും, പോയതല്ലോ 2-3 പടത്തിൽ പോലീസും 2-3 പടത്തിൽ കള്ളനും. ഇവൻ്റെ സിനിമാ ജീവിതം കഴിഞ്ഞില്ലേ? വേറെ ഇവൻ ഏതൊരു ക്യാരക്ടർ റോളിലാണ് ഇവൻ അഭിനയിച്ചനെ? ഇവൻ എന്തുവായി പറയുന്നത്? പക്ഷെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവൻ ഉപയോഗിക്കുന്ന വണ്ടികൾ, ഇവൻ ജന്മനാ റിച്ച് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോൾ ഈ മിമിക്രി ആർട്ടിസ്റ്റായിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം ഉപയോഗിക്കുന്ന വണ്ടികൾ ഫോർഡിൻ്റെ മുസ്താങ് GT, അതിൽ എണ്ണ അടിക്കണമെങ്കിൽ തന്നെ ഒരു പെട്രോൾ പമ്പ് സ്വന്തമായിട്ട് വേണം. അങ്ങനെ അദ്ദേഹത്തെ ഇതാക്കുന്നതല്ല, അതിനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവും. ആ കഴിവ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ സിനിമാ ഫീൽഡിൽ ഇത്രയും പൈസ വാരി വരുന്നുണ്ട്. ഇയാൾക്ക് ഒരു ചെറിയ റോളിൽ അഭിനയിച്ചാൽ ഇയാൾക്ക് 1 കോടി കൊടുക്കും ആരെങ്കിലും? ഇല്ല. അപ്പോൾ ടിനി ടോമിനെ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ഇയാളൊരു ഫണ്ട് മാനേജറാണ്. ആരുടെ? എവിടെ നിന്നിരുന്ന് വരുന്ന ഫണ്ടുകൾ? ഇതുപോലെയുള്ള പല 75 ലക്ഷങ്ങളും പല 1 കോടികളും പല 10 കോടികളും പല 20 കോടികളും ഒക്കെ ആർക്കു വേണ്ടിയാണ് ടിനി ടോം മാനേജ് ചെയ്യുന്നത്? കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു ഏജൻ്റാണോ ടിനി ടോം? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2. ടിനി ടോം പ്രവർത്തിക്കുന്നത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ
ഒരു റബ്ബർ സ്റ്റാമ്പായിക്കൊണ്ട് ആരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ടിനി ടോം പ്രവർത്തിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ടിനി ടോമിന് ഈ ഫണ്ടിൽ നിന്ന് 1% 2% സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 3. ഇല്ലെങ്കിൽ നോർമലി വർഷത്തിൽ 1-2 സിനിമയിൽ ചെറിയ റോള് ചെയ്യുന്ന ഈ ടിനി ടോമിന് ഇത്രയും വലിയ സാമ്പത്തിക സ്രോതസ്സിൻ്റെ കണക്കുകൾ പരിശോധിക്കപ്പെടേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ടാവുമോ? ഇല്ല. അപ്പോൾ ടിനി ടോം ഇത്രയും വിഷയങ്ങളൊരു ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇയാൾ ചെറിയൊരു ഇഷ്യൂവിന് ഈ ഒരു ഫണ്ടിനെ പറ്റി ചർച്ച വന്നപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അൻസിബ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വളരെ വളരെ വികാരം കൊണ്ടുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ടും അസഭ്യം പറഞ്ഞുകൊണ്ടും അൻസിബ ഒരു സൈഡിലേക്ക് എത്തിക്കുന്നു. അതുപോലെ അതിനെ ചോദ്യം ചെയ്യുന്ന നീനാക്കുറുപ്പിനെ തല്ലാൻ പോകുന്നു. ഇന്ന് ദല്ലാൽ നന്ദകുമാർ വന്നിട്ട് നന്ദകുമാറിൻ്റെ സൈഡ് പറയുന്നു. അതായത് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ ഫണ്ടുള്ളത് കൊണ്ട് ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സൈഡ് പറഞ്ഞു. അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് കേൾക്കാം. അപ്പോൾ ദല്ലാൾ പറയുന്നത് കേട്ടോളൂ. അമ്മയിൽ കുടുംബമേള സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവാദം തലപൊക്കിയിരിക്കുന്നു. വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 75 ലക്ഷം രൂപ വാങ്ങിയ നടപടി എക്സിക്യൂട്ടീവിൽ അൻസിബ ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ അവരുടെ നീക്കത്തെ എതിർത്തുകൊണ്ട് ശ്വേതാമേനോൻ ഇടപെട്ടുകൊണ്ട് ആ പണം വാങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആക്ഷേപം. അത് ഇപ്പോൾ ആ ക്ഷേത്രത്തിന്റെ ചെയർമാൻ നന്ദകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അമ്മയുടെ കുടുംബമേളയല്ല, കുടുംബ സംഗമം, അതിന് ബാക്ക് ഡ്രോപ്പിൽ ക്ഷേത്രത്തെ പ്രൊജക്റ്റ് ചെയ്യും. കേൾക്കണ്ട, അത് അവർ 5-6 തവണ അവരുടെ കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് ഈ അൻഷിബ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തെന്ന് അവർ ഞങ്ങളെ പ്രൂവ് ചെയ്ത് ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ടു. അതിന് അഡ്വാൻസും കൊടുത്തു. ബാക്കി പെൻഡിംഗ് ആണ് 45. 75-ൽ 30 കൊടുത്തു. എന്തെങ്കിലും ഇതുണ്ടോ, രേഖകൾ എന്തോ? ചെക്ക് വഴി കൊടുത്തേക്കണം അമ്മയുടെ അക്കൗണ്ടിലേക്ക്. ബാക്കി തുക എപ്പോഴായിരിക്കും? ബാക്കി തുക നമുക്ക് ആ ബില്ല് അതിന്റെ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പരസ്യം എന്ന് ബോധിപ്പിക്കാൻ പെൻഡിംഗ് ആയതുകൊണ്ട് ആ പെൻഡിങ് അത് 31/5 തരുന്നു പറഞ്ഞു. തന്നാ പൈസയും കൊടുക്കും. ഇത് അമ്മയായിട്ട് ഇതിനു മുമ്പ് സാമ്പത്തിക ഇടപെടൽ ഇത് മാത്രം ഫസ്റ്റ്. ആരാണ് ആവശ്യപ്പെട്ടത്? ശ്വേതാമേനോൻ, അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക്, വ്യക്തിപരമല്ല കേട്ടോ. അപ്പൊ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ഇവന്റിന് പൈസ കൊടുക്കാൻ പറ്റും? പരിസ്ഥിതി ഞങ്ങൾ എന്തൊരു പൈസ കൊടുക്കണം? ക്ഷേത്ര ട്രസ്റ്റിൽ ഈ വിഷയം ചർച്ച ചെയ്തു. ട്രസ്റ്റിന്റെ ഒരു ഭാരവാഹി അയച്ച് അമ്മ ഓഫീസിലടക്കം പല ഡിസ്കഷൻ കഴിഞ്ഞ ശേഷമാണ് ഈ പണം കൊടുത്തത്. ഇവര് പ്രപ്പോസൽ വന്നു, കൊള്ളാമെന്ന് തോന്നി കൊടുത്തു, അത്രയേ ഉള്ളൂ. ഭാവിയിൽ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഭാവിയിൽ ചിലപ്പോ അത് ഉപകാരപ്പെടും. കാരണം അമ്മ പോലെയുള്ള ഒരു സ്ഥാപനം, അതായത് ഇപ്പോഴത്തെ നിലയ്ക്ക് ക്ഷേത്രങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലേ ആകർഷിക്കാൻ പറ്റൂ. ഭക്തി കുറഞ്ഞു തുടങ്ങി. അപ്പൊ ഭക്തിക്ക് ആക്കം കൂട്ടണമെങ്കിൽ കുറെ പരസ്യങ്ങൾ വേണം. മനസ്സിലായ? അൻസിബയും ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ 2008-ലും 2018-ലും അൻസിബ അവിടുത്തെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വന്ന പരിപാടിക്കാരോട് ആരോടും നമ്മൾ ഫ്രീ ആയിട്ട് ആരെയും ഞങ്ങൾ വിളിക്കാറില്ല. പിന്നെ പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ ഫ്രീ വരില്ല. സുരേഷ് ഗോപി വന്നിട്ട് സുരേഷ് ഗോപിയുടെ ചാരിറ്റി എല്ലാം കൂടി 10 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. ചാരിറ്റിയിൽ അക്കൗണ്ടിലാട്ടോ മേടിച്ച. ഏത് അദ്ദേഹം മന്ത്രിയൊക്കെ ആവണതിന് മുമ്പ്. ഒരു എക്സംഷനും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളോട് ചോദിക്കാറുമില്ല. പച്ചയായ മനുഷ്യൻ, വളരെ ട്രൂ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. സിനിമാ മേഖലയിൽപ്പെട്ട ആരും ഫ്രീ ആയിട്ടൊന്നും ചെയ്തതില്ല. സുരേഷ് ഗോപി ലാസ്റ്റ് ടൈം വന്നപ്പോൾ വരെ 10 ലക്ഷം അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം വന്നിട്ട് പരിപാടി പങ്കെടുത്തത്. കളക്ഷൻ വരും, സ്വാഭാവികം. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒക്കെ ഡൊണേഷൻ അക്കൗണ്ടിലാണ്ട് വന്ന, അതുകൊണ്ട് ഒന്നും വ്യക്തിപരമല്ല. ഇതിന് മുമ്പുള്ള ആളുകളൊക്കെ, മോഹൻലാലൊക്കെ നിങ്ങളോട് ഫ്രീ ആണ്. അദ്ദേഹം വന്നുപോയി. അല്ല, അദ്ദേഹമൊക്കെ സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം സാമ്പത്തിക സഹായം തന്നിട്ടുണ്ട് ക്ഷേത്രത്തിന്. അമ്മയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്? ഇല്ല, അദ്ദേഹം ഒരു ഉത്സവത്തിന് 2 തവണയായിട്ട് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ വിഷയം ചില്ലറ എന്നല്ല വരുന്നത്, എല്ലാം വലിയ വലിയ എമൗണ്ടുകളാണ്. സിനിമാക്കാരൊക്കെ ഈ അമ്പലത്തിൽ പോയിട്ട് പലതവണ പല പരിപാടിയിൽ പങ്കെടുത്ത് അതിനൊക്കെ ഫണ്ട് പറഞ്ഞ് റേറ്റ് പറഞ്ഞ് മേടിച്ചിട്ടാണ് എല്ലാവരും പങ്കെടുത്തിട്ടുള്ളത്. ആരും ഫ്രീ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അതിന് പുറമെയാണ് ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള പൈസയും കൂടി സിനിമാക്കാർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും കൂടി ചോദിക്കുന്നൊരവസ്ഥയാണുള്ളത്. അതിലിനി ലാസ്റ്റത്തെ ഇപ്പം ദല്ലാൾ നന്ദകുമാർ പറഞ്ഞു, ടിനി പറഞ്ഞു, ലാസ്റ്റുള്ള നീനാക്കുറുപ്പിൻ്റെ മറുപടിയും കൂടി വരുന്നുണ്ട്. പ്രിയ എന്നെ കുറിച്ചിട്ട് ഗ്രൂപ്പിലും മീറ്റിംഗിലും മോശമായിട്ട് പറയാൻ തുടങ്ങിയത് അന്നൊന്നുമല്ല.
നമ്മൾ ഈസി കൂടിയത് പോലെ ഈ പുതിയ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുതിയ കമ്മിറ്റി കൂടിയത് ഒരു 3-ാമത്തെ ദിവസം മുതൽ ലക്ഷ്മിപ്രിയ എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാവരും കേൾക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് പല മീറ്റിംഗ്സിലും ലക്ഷ്മിപ്രിയ എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏതോ ഒരു മീറ്റിംഗിൽ മാത്രമാണ് എല്ലാവരും കുറച്ച് പേര് റിയാക്ട് ചെയ്തത്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞത്. പക്ഷെ പല മീറ്റിങ്ങുകളിലും അവരെന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഞാനൊരു വളരെ സീനിയർ മെമ്പറാണ്. എനിക്ക് എന്നെക്കാട്ടും ജൂനിയേഴ്സ് ആയ ആൾക്കാർ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് അവർ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയിരിക്കുന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ 15-ാം തീയതി രാവിലെ അവർ ഗ്രൂപ്പിലിട്ട് എന്നെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന മെസ്സേജിൽ എനിക്ക് 10-17 മിനിറ്റോളം അവർ സംസാരിച്ചിട്ടുണ്ട്. 3 ഓഡിയോ ആയിട്ടാണ് അവർ സംസാരിച്ചത്. ടോട്ടൽ 17 മിനിറ്റ് എന്നെ അവർ പറഞ്ഞത് വളരെ മോശമായ ഭാഷയാണ് എനിക്കെതിരെ ഉപയോഗിച്ചത്. എനിക്കത് ഒരു മാപ്പിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു അത്. കാരണം എന്റെ വീട്ടുകാരും എന്റെ മകള് വരെ. എനിക്ക് താങ്കളുടെ വിഷമം മനസ്സിലാവും. നമ്മൾ എല്ലാത്തിനും നേരിട്ടല്ലേ പറ്റൂ. അപ്പോൾ ധൈര്യമായിട്ടിരിക്കും പറയും. അപ്പോൾ എനിക്ക് ഇനി അറിയേണ്ട ഒരു കാര്യം നീന, എന്താണ് അമ്മയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും താൻ ഒന്നും അറിയുന്നില്ല എന്ന് പ്രസിഡന്റ് പോലും പറയുന്ന സാഹചര്യമുണ്ട്. പ്രസിഡന്റ് എല്ലാ കാര്യവും അറിയേണ്ടത് അത് പ്രസിഡന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രസിഡന്റിന്റെ എന്താ പറയാ ഫെയിലിയർ ആണ്. പ്രസിഡന്റ് അറിയണം. പ്രസിഡന്റ് അറിയാതെ അവിടെ നടക്കാൻ പാടില്ല. അത് എന്റെ വീട്ടില് ഞാനും എന്റെ കുടുംബവും താമസിക്കുന്ന എന്റെ വീട്ടിൽ ഒരു കാര്യം നടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ എന്റെ വീടിന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ പ്രസിഡന്റ് അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് ഇസ് ടോട്ടലി ദ പ്രസിഡന്റ്സ് ഇറസ്പോൺസിബിലിറ്റി എന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രസിഡന്റ് അറിയണം. പ്രസിഡന്റ് അറിയാത്തതിനെ കുറിച്ച് ഞാനും പ്രസിഡന്റിനോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ശ്വേത അറിയുന്നില്ല, ശ്വേത എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, ശ്വേത എന്തുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നില്ല, ശ്വേത ചോദിക്കണ്ടേ എന്ന് ഞാൻ പലപ്പോഴും പ്രസിഡന്റിനോട് സപ്പോർട്ട് ചെയ്തിട്ട് പ്രസിഡന്റിന് ഇനിയും സ്ട്രോങ് ആവണം എന്ന് പലപ്പോഴും ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞത്. അത് പ്രസിഡന്റ് പറയുന്നത് തനിക്കെതിരെ ശ്വേതക്കെതിരെ ഒരു സംഘം എക്സിക്യൂട്ടീവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ കരുതുന്നുണ്ടോ നീന? ഇല്ല, ഒരിക്കലുമില്ല. ശ്വേതയ്ക്ക് എതിരെ അവിടെ ആരും പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ശ്വേതയ്ക്ക് കൂടെ നിൽക്കുന്ന കുറച്ച്. അപ്പം നീന കുറുപ്പിൻ്റെത് നോർമലായിട്ടുള്ള ഈഗോ ക്ലാഷ് മാത്രമാണ്. അവർ വളരെ സീനിയർ ആയിട്ടുള്ള മെമ്പറാണ്. അവരെ ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അവരോട് ആരും കാര്യങ്ങൾ പറയുന്നില്ല, ചോദിക്കുന്നില്ല. ഇതുപോലെയുള്ള ഫണ്ടിൻ്റെയും കാര്യങ്ങളൊക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവരെ അടിച്ചൊതുക്കുന്നു, അവരെ ഫയർ ചെയ്യുന്നു. മെയിനായിട്ട് ലക്ഷ്മിപ്രിയയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ലക്ഷ്മിപ്രിയ സ്ഥിരമായിട്ട് നീന കുറുപ്പിനെതിരെ റോങ്ങായി സംസാരിക്കുന്നു, തോന്നിവാസങ്ങൾ അപ്പുറം ഇപ്പുറം പറഞ്ഞ് നടക്കുന്നു എന്നുള്ള നോർമലായിട്ടുള്ള അയൽക്കൂട്ടം കേസുകളാണ് നീന കുറുപ്പിൻ്റെത്. പക്ഷേ അൻസിബക്കെതിരെ പോകുമ്പോൾ ലക്ഷ്മിപ്രിയ കുറച്ചും കൂടി അഗ്രസീവായിട്ട് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അവളെന്തോ റോങ് ആയിട്ട് മെസ്സേജ് അയച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഫിനാൻസാണ്. ആ ഒരു വലിയ ഫണ്ട് വന്നപ്പോൾ ആ ഫണ്ടിനെ എതിർത്ത നീന കുറുപ്പിനെയും ഫണ്ടിനെ എതിർത്ത അൻസിബയെയും ഒരു ഭാഗത്തേക്ക് ഇട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ടിനി ടോമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വളരെയധികം വിമർശിച്ചും ആക്ഷേപിച്ചും കൊണ്ട് അവരെ മാനസികമായി തളർത്തി ഒതുക്കാൻ ശ്രമിക്കുന്നു. ഫണ്ട് മാനേജ്മെൻറ്റ് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ടിനിയും ടീമും മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നു. സോ പ്യൂർലി ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. പക്ഷെ അത് എസ്കലേറ്റ് ചെയ്തത് ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ അൻസിബ അതിനെതിരെ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ഡിഫെൻഡ് ചെയ്യാതിരിക്കാൻ വേറെ വകുപ്പുകളില്ലാത്തത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ അടി പിടി വെടി എന്ന് പറയുന്ന പ്രിയങ്കയും അതുപോലെയുള്ള ലക്ഷ്മിപ്രിയൊക്കെ വന്ന് ഇതിനെ വൈറ്റ് വാഷ് ചെയ്ത് ക്ലിയറാക്കാൻ നോക്കുന്നത്. അതിൻ്റെ അവർക്കുള്ളൊരു അടി പോലെയാണ് ഇന്ന് ദല്ലാൾ നന്ദകുമാർ വന്നിട്ട് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമാ ഫീൽഡിലുള്ള പല ആൾക്കാരെല്ലാവരും ഇവിടെ വന്നിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് പൈസ പറഞ്ഞ് മേടിച്ച് പോകാറുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർ പരസ്യം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ടും ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാരുടെ വരവ് കുറവുണ്ട്, അതുകൊണ്ട് ആൾക്കാരൊന്നും കൂടി ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു പരസ്യം കൊടുക്കുമ്പോൾ അവർ എമൗണ്ട് ഫിക്സ് ചെയ്തപ്പോൾ നെഗോഷിയേറ്റ് ചെയ്തതുകൊണ്ട് 75 lakh ആക്കിയതാണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫണ്ടൊക്കെ അക്കൗണ്ടബിൾ ആണോ അല്ലെങ്കിൽ അത് ഓഡിറ്റബിൾ ആണോ എന്നുള്ളത് സൊസൈറ്റി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്.